അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഞായറാഴ്ച രാവിലെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വലിയ സ്ഫോടനങ്ങളും വെടിവെപ്പും ഉണ്ടായതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനുമായുള്ള സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോഴും ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആക്രമണം. അഫ്ഗാനിസ്ഥാനിൽ ഒന്നിലധികം വ്യോമ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും നടത്തി. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ് എന്നാണ് ആക്രമണത്തെ ഇസ്ലാമാബാദ് വിശേഷിപ്പിച്ചത്. ഫെബ്രുവരി 27 പുറത്തിറക്കിയ ചിത്രങ്ങൾ അഫ്ഗാൻ തലസ്ഥാനത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തി. ഫെബ്രുവരി 26 എടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങൾക്ക് മുൻപുള്ള അതേ കെട്ടിടങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നതായി കാണിച്ചു. നേരത്തെ പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങൾ മോണോക്രോം ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ഉപഗ്രഹ ചിത്രങ്ങളിൽ തിരിച്ചറിഞ്ഞ അതേ കാബൂൾ സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണങ്ങൾ കാണിക്കുന്നതായി പറഞ്ഞിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികളും തമ്മിൽ വർഷങ്ങളായി നടക്കുന്ന ഏറ്റവും ഗുരുതരമായ ഏറ്റുമുട്ടലിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ. കാബൂളിലും മറ്റ് പ്രധാന നഗരങ്ങളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം നൽകുന്നുവെന്ന ആരോപണത്തിന്റെ പേരിൽ മുൻ സഖ്യകക്ഷികളെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ആദ്യ സംഭവമാണിത്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സാഹചര്യത്തെ തുറന്ന യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. ഇത് ബന്ധങ്ങളിൽ നാടകീയമായ വഷളാക്കുന്നതിന്റെ സൂചനയാണ്. സംഘർഷം രൂക്ഷമാകുമെങ്കിലും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ വെള്ളിയാഴ്ച അറിയിച്ചു. ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടതായി അഫ്ഗാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ തീവ്രവാദികൾക്ക് താലിബാൻ അഭയം നൽകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിച്ചതിനെ തുടർന്ന് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ മാസങ്ങളായി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെ തുടർന്നാണ് ഏറ്റവും പുതിയ ഏറ്റുമുട്ടലുകൾ. എന്നാൽ കാബൂൾ ഈ ആരോപണം നിഷേധിച്ചു. ഇസ്ലാമാബാദിനും കാബൂളിനും ഇടയിലുള്ള സംഘർഷങ്ങൾ പാകിസ്ഥാൻ തുറന്ന യുദ്ധം എന്ന് വിശേഷിപ്പിച്ചതിലേക്ക് നീങ്ങുമ്പോഴും പാകിസ്ഥാനുമായി വളരെ നല്ല ബന്ധം പങ്കിടുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഘർഷത്തിൽ ഇടപെടുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് പരിഗണിക്കാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. അതേസമയം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഇസ്ലാമാബാദിന് പിന്തുണ പ്രഖ്യാപിച്ചു. സമീപകാല പോരാട്ടത്തിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് അനുശോചനം അറിയിക്കാൻ പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി അംന ബലൂച്ചുമായി സംസാരിച്ചതായി രാഷ്ട്രീയകാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി അലിസൺ M ഹൂക്കർ പറഞ്ഞു. സ്ഥിതിഗതികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയും താലിബാൻ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ അവകാശത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു എന്നും ഹുക്കർ പറഞ്ഞു. അതേസമയം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിലെ US എംബസിയും കോൺസുലേറ്റുകളും അമേരിക്കൻ പൗരന്മാർക്ക് സുരക്ഷാ ഉപദേശം നൽകിയിട്ടുണ്ട്. തീവ്രവാദ ഭീഷണികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രധാന നഗരങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് US മിഷൻ അറിയിച്ചു. തീവ്രവാദികളെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണത്തിന്റെ പേരിൽ താലിബാൻ നിയന്ത്രണത്തിലുള്ള നഗരങ്ങളെ നേരിട്ട് ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ്. ഇരുവശത്തു നിന്നുമുള്ള മരണസംഖ്യ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ 12 സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ 13 താലിബാൻ പോരാളികൾ മരിച്ചതായി അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. ശത്രുവിന്റെ മരണസംഖ്യ വളരെ കൂടുതലാണെന്ന് ഇരുപക്ഷവും റിപ്പോർട്ട് ചെയ്തു. സംഘർഷം രൂക്ഷമാകുമ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികൾ പറഞ്ഞു. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എല്ലായ്പ്പോഴും സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പറഞ്ഞു. 2600 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയിൽ സംഘർഷം വ്യാപിക്കുമെന്ന് ആശങ്ക വർദ്ധിച്ചതോടെ മുൻ സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ച് ഖത്തർ വീണ്ടും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. ന്യൂയോർക്കിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അക്രമം വർദ്ധിക്കുന്നതിലും സിവിലിയൻ ജനതയിൽ ചെലുത്തുന്ന ആഘാതത്തിലും വളരെയധികം ആശങ്കാകുലനാണെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.